RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബാഴ്സലോണ വിസസ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേ സെമിഫൈനലിനെ കുറിച്ചാണ്. സെമിഫൈനലിൽ 1-0 ഇന്നലെ മത്സരത്തിൽ ബാഴ്സലോണ വിജയിച്ചു. അതേപോലെ 5-4 അഗ്രിഗേറ്റിൽ ഫൈനലിലേക്ക് കയറി. ഫൈനലിൽ നമ്മളെല്ലാ ഫുട്ബോൾ ആരാധക പ്രതീക്ഷ പോലെ തന്നെ ഒരു എൽ ക്ലാസിക്കോ. റെഹാൻ, അതേപോലെ ഇന്നലത്തെ കളിയെ കുറിച്ച് എന്താണ് നിന്റെ ഒരു വിലയിരുത്തൽ? എന്താണ് നിന്റെ ഒരു അഭിപ്രായം? ഒരു നല്ല കളിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് എല്ലാരും വിചാരിച്ച 2-3 ഗോൾ അടിക്കും, ഒരു ടഫ് ആയിട്ട് ഉണ്ടാവും. അതെ, ഒരു 4-4 അഗ്രിഗേറ്റ് ഫസ്റ്റ് കളി ഉള്ളതുകൊണ്ട് ഇതിലൊരു 2-3 ഗോളൊക്കെ അങ്ങോട്ടും നല്ലൊരു ഫൈറ്റ് മാച്ച് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ലീഡ് എടുത്തത് 1-0 അങ്ങനെ ജയിച്ചു. ഒരു 1-0 ഫസ്റ്റ് ഹാഫില് 1-0 കളി ബാഴ്സ ഗോൾ അടിച്ചു. അത് നമ്മുടെ ഫെറാൻ ടോറസിന്റെ അടിപൊളി ഒരു ഗോളായിരുന്നു. ആ ഗോളിലാണ് ബാഴ്സ സെക്കൻഡ് ഹാഫില്, ഫസ്റ്റ് ഹാഫില് ബാഴ്സ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്ത്. അതന്നെ സെക്കൻഡ് ഹാഫില് തുടങ്ങുമ്പോ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് നല്ല പ്രസ് കുറച്ച് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പൊസിഷൻ കിട്ടാത്ത കാരണം അവര് അങ്ങനെ ഡിഫൻസിലോട്ട് കയറി. പക്ഷെ അവര് പരമാവധി ശ്രമിച്ചു. പക്ഷെ ബാഴ്സന്റെ ഡിഫൻസ് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നും, അതെ അതെ, അതൊക്കെ കാരണം ഇന്നലെ ആ ഒരു ലെവലിലുള്ള കളി ആയിരുന്നു. അത് കാരണം ബാഴ്സ 1-0 കയറി ഫൈനലിൽ എൽ ക്ലാസിക്കോ വരാൻ പോകുന്നത്. അതേപോലെ ഇന്നലെ നോക്കണെങ്കിൽ ഫസ്റ്റ് ഹാഫില് ബാഴ്സയുടെ ഡൊമിനേഷൻ തന്നെയായിരുന്നു. ബാഴ്സ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാഴ്സ ഡൊമിനേഷനിൽ വന്നിട്ട് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ഒരു ടാർഗറ്റിലേക്ക് ഒരു ബോൾ പോലും ഫസ്റ്റ് ഹാഫിൽ 6 ഷോട്ട് അടിച്ചിട്ടുണ്ട്. ടാർഗറ്റിൽ വന്നത് ഒരു ഷോട്ട് പോലും ടാർഗറ്റിൽ വന്നിട്ടില്ല. അതെ, ഒരു സിമിയോണിയുടെ തന്ത്രം എന്താന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫ് 1-0 അങ്ങനെ ഒരു ഗോളിന് ലീഡോ അല്ലെങ്കിൽ സമനിലയായിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ട് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ വിൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരു തന്ത്രത്തിലായിരുന്നു. പക്ഷെ അവര് കാട്ടിയൊരു മണ്ടത്തിലാണ്. ഇന്നലെ ബാഴ്സയുടെ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സയ്ക്ക് കുറെ പിഴവുകൾ വന്നു, കുറെ മിസ് ചാൻസും കുറെ പാസിംഗും ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും അവരൊരു ഗോൾ ലീഡ് ചെയ്തു. ഒരു ഗോൾ കൺസിഡർ ചെയ്യാണ്ട് ഫുൾ ആയിട്ട് നല്ല ഡിഫൻസിലാണ് ഇന്നലെ. 5 പേര് ഡിഫൻസ് പറഞ്ഞാൽ അത് പിന്നീട് സെഷൻ അറിയാം, സെക്കൻഡ് ഹാഫിന് സെഷൻ അറിയാം. ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാല് യമാല് വിങ്ങില് ബോൾ കിട്ടിക്കഴിഞ്ഞാല് പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കയറുന്നത്. അതിന്റെ ഫലമായിട്ടാണ് യമാലിന്റെ ആ ഗോള്, ഫെറാൻ ടോറസിനുള്ള അസിസ്റ്റ്. ആ ഗോള് നിനക്ക് മുൻപ് എവിടെയെങ്കിലും ഇത് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? അതേപോലെ ഒരു ഗോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. മെസ്സി മൊളീനിയോ കിട്ട നെതർലാൻഡ് എതിരായിട്ട് വേൾഡ് കപ്പില് ഇതേപോലെ എല്ലാവരും ആള് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചിപ്പ് ചെയ്ത സൈഡ് കോൾ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് മൊളീനയ്ക്ക്. മൊളീന എന്നിട്ട് ഗോളിന്റെ മുകളിൽ കൂടെ എടുത്തൊരു ഗോൾ. ആ ഒരു ഗോളിന് സാമ്യം, എനിക്കതാ സാമ്യം എടുത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഒരു എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തത്. ആ ഒരു ഡൗട്ടാണ് അവനോട് ചോദിച്ചത്. പക്ഷെ അവനത് കറക്റ്റ് ആയിട്ട്, പക്ഷെ അത് ചിപ്പാണ് അടിച്ച്. ഇത് സ്ലൈഡ് അല്ലേ? ആ സ്ലൈഡും അത് വലിയ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു രീതി, അതെ, മെസ്സി ഇങ്ങനെ കൊടുക്കുന്നു. അതേപോലെ യമാല് അത് ഡീപോൾ പോലും പ്രതീക്ഷിച്ചു. ഡീപോളിന്റെ കാലിന്റെ സൈഡിൽ കൂടെ പോയത്. ഡീപോൾ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ബോൾ പോകുന്നത്. അത് നല്ലൊരു പാസില് ഫെറാൻ ടോറസ് അടിപൊളി. ഇന്നലെ കളിച്ച കുറച്ച് മിനിറ്റ് ആണെങ്കിലും അടിപൊളിയായി കളിച്ചിരുന്നു. ഈ സീസണിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫെറാൻ ടോറസിന്റെ ഒരു കംബാക്ക് ആണ്. എന്താ പറയുക, എഴുതി തന്നെയാണ്. സിറ്റിന്ന് ആൽവാരസിന് പകരം ഇവനെ കൊണ്ടുവന്നു. 50 മില്യനാണ് ബാഴ്സലോണ കൊണ്ടുവന്നപ്പോ എല്ലാവരും കഴിഞ്ഞ സീസൺ വരെ ഫെറാൻ ടോറസിന്റെ അതായിരുന്നു കളി. പക്ഷെ ഈ സീസണില് ആശാൻ അടിച്ചു ഗോള്, നല്ല ഒരുപാട് അതെ. അതേപോലെ ഗോൾ സ്കോറും അസിസ്റ്റ് ഒക്കെ ആയിട്ട് ഈ സീസണിൽ ഏകദേശം 20 ഗോളിന് അടുത്തായിട്ടുണ്ട്, അസിസ്റ്റും ഗോളൊക്കെ ആയിട്ട്. ബാഴ്സലോണ ഫസ്റ്റ് ഹാഫ് മുതലേ അറ്റാക്ക് ചെയ്തു. അവരുടെ ആ ഒരു ഇത് ഫസ്റ്റ് തന്നെ അതെ. അത് എന്താ പറഞ്ഞാൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാം, 1-2 ഗോൾ സ്കോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. പരമാവധി അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫൻസ് ചെയ്തു. അതിന്റെ പകരം അതിന്റേതായിട്ടാണ് യെല്ലോ കാർഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 യെല്ലോ കാർഡ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ട്. 3-4 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ സിമിയോണി എല്ലാവരിനെയും ഡിഫൻസില് ലെഗ്നറ്റിനെ ഇറക്കി. അതേപോലെ ഷെർലോത്തിനെ ഇറക്കാൻ കാരണം എന്താ പറഞ്ഞാൽ ഇവര് തിരിച്ചടിക്കുന്നില്ല. അപ്പൊ തന്നെ അഞ്ചപ്ലിക്ക് എന്ത് ചെയ്തു പറഞ്ഞാല് അറാഹോനെ ഇറക്കാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ കുർബാസ് ആയിട്ട് ചിലപ്പോ ഫിസിക്കലി ഹൈറ്റും. അപ്പൊ അറാഹോന്റെ ഒരു 90% അറാഹോനെ ഇറക്കിയത് വിജയിച്ചു തന്നെ പറയാം. ഷെർലോത്തിന് അടിപൊളി ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഫ് സൈഡ് ആയിരുന്നില്ല അത്. പക്ഷെ അത് വീണതായിരുന്നെങ്കിൽ അടിപൊളി ഗോളായിരുന്നു തന്നെ. പക്ഷെ എല്ലാ ബാഴ്സ ആരാധകരും എയർ പിടിച്ചിരുന്ന് കണ്ട മത്സരമാണ്. കാരണം ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ സമനിലയായി, പിന്നെ കളി എക്സ്ട്രാ ടൈം ആയി കഴിഞ്ഞാൽ എന്താവും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പക്ഷെ ബാഴ്സ ഡിഫൻസ് അടിപൊളിയായിട്ട് ഡിഫൻസ് ചെയ്ത് കളിച്ചു.
ഇനി റയലാണ് വരാൻ പോകുന്നത്. റയൽ ഇപ്പൊ ഈ സീസണിൽ തന്നെ 3 എൽ ക്ലാസിക്കോ കഴിഞ്ഞു. മൂന്നിലും ബാഴ്സനെ ഡൊമിനേറ്റ് ചെയ്ത്. ഇനിയിപ്പോ 2 എന്ന് പറഞ്ഞാല് ഒന്ന് വരുന്നത് ഈ 26-ാം തീയതിയാണ് ഈ മത്സരം കോപ്പ ഡെൽ റേ ഫൈനൽ നടക്കുന്നത്. അത് കഴിഞ്ഞാല് ഫുട്ബോൾ ഒരിക്കൽ കൂടി ഭാഗ്യമുണ്ടെങ്കിൽ ലാലിഗയിൽ വരുന്നുണ്ട്. അതിനുശേഷം ചാമ്പ്യൻസ് ലീഗില് ഫൈനൽസില് റയലും എല്ലാ കളിയും ജയിച്ചു വരണം. ഇനിയുള്ള 3 കളിയും ജയിച്ചു വരണമെങ്കിൽ 3 കളി പറഞ്ഞാല് ക്വാർട്ടർ ഫൈനല്, സെമി ഫൈനല്, ഫൈനല് 3 കളിയില് ജയിച്ച മൂന്നാമത്തെ കളി അതേപോലെ ബാഴ്സയ്ക്ക് മൂന്നാമത്തെ കളി ജയിക്കുകയാണെങ്കിൽ അവിടെ ഫൈനലിൽ കപ്പടിക്കുക. അത് റയൽ മാഡ്രിഡും വിസസ് ബാഴ്സലോണയും. അത് ടൈറ്റ് ആണ്. ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാല് ലിവർപൂളിനെ ബീറ്റ് ചെയ്തിട്ടാണ്. PSG കളി ഏകദേശം ബാഴ്സന്റെ കളി ഇപ്രാവശ്യം സെയിമാ. എന്താ പറഞ്ഞാൽ ബോൾ കിട്ടാ, ഇവിടെ ഗോൾ കീപ്പറും ഡിഫൻസ് ഒക്കെ എത്ര വാങ്ങിക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ എത്രത്തോളം. പക്ഷെ ഇന്നത്തെ കളിയില് ബാഴ്സയ്ക്ക് അതെന്താ പറയുക, ഇനിയുള്ള കളികൾ ഷെഡ്യൂൾ പറഞ്ഞാൽ അടുത്തടുത്ത ഷെഡ്യൂൾ ഈ മാസത്തിൽ തന്നെ 6-7 എനർജി അപ്പൊ അവർക്ക് ഈ കളികളിൽ പരിക്കില്ലാതിരിക്കണം. ഇന്നലെ ഗ്രാസിയസിന് അതേപോലെ കാലിൽ പരിക്കുണ്ടായിരുന്നു. അതേപോലെ ലെവൻഡോസ്കി കൂട്ടുന്നു. നല്ല ഫൗള്, നല്ല അത്യാവശ്യം നല്ല ടീമിന് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, നല്ല എന്താ പറയുക ഫിസിക്കൽ ഗെയിം നന്നായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് സെമിഫൈനൽ ഒരു മത്സരത്തിൽ അതും 4-4 സമനില നിൽക്കുമ്പോൾ എന്തായാലും ആ ഒരു കളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ ഇന്നലത്തെ കളിയിൽ എടുത്ത് പറയേണ്ടത് കുണ്ടെ യമാൽ കോമ്പിനേഷൻ. അതിപ്പോ ഭയങ്കരമായിട്ട് ഈ കളി സീസണുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇവരൊരു കോംബോ ഉണ്ടല്ലോ, കെമിസ്ട്രി വർക്ക്ഔട്ട്. ആ ഒരു പെനാൽറ്റി ബോക്സ് വെളിയിൽ ഒന്ന് കുണ്ടേക്ക് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തൊരു ബോൾ ഓർമ്മയുണ്ടോ? ചിപ്പ് തോണ്ടിട്ടിട്ട് അത് ജസ്റ്റ് മിസ്സിലായി. അതേപോലെ യമാലൊരു 2 ബോക്സിൽ അടിച്ചിട്ടുണ്ടാവും. 2 ബോക്സിൽ സൈഡിലൂടെ പോയത്. അതൊക്കെ ഗോളാണെങ്കിൽ അതേപോലെ അത് അടിപൊളി ഗോളായിരുന്നു തന്നെ. അതേപോലെ തന്നെ ഇന്നലെ പിന്നെ വേറെ പറയുന്നത് ഫെറാൻ ടോറസിന്റെ അടിപൊളിയായിട്ട് ഇപ്പൊ കംബാക്കിൽ നല്ല കളിച്ചോണ്ടിരിക്കുന്നത്. ബാൾഡെ വിങ്ങിലൂടെ അങ്ങനെ പറക്കുക. പക്ഷെ ഇന്നലെ ഏറ്റവും സങ്കടപ്പെടുത്തിയത് റഫീന ഭയങ്കര മോശം. എന്നിട്ടും 1-2 നല്ല പാസൊക്കെ കൊടുത്തു. പക്ഷെ ഇന്നലെ കുറച്ച് പേര് പ്ലേയേഴ്സ് പറഞ്ഞാല് യമാല ആയിക്കോട്ടെ, റഫീന ആയിക്കോട്ടെ, ലെവൻഡോസ്കി ആയിക്കോട്ടെ, ബാൽഡെ ആയിക്കോട്ടെ, കുറച്ച് സെൽഫിഷ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഗോള് ഷുവറായിട്ട് അവിടെ അസിസ്റ്റിന് നല്ല ചാൻസ് ഉള്ള ബോളുകൾ തട്ടിക്കൊടുത്ത അസിസ്റ്റ് അത് ഷുവർ ഗോളായിരുന്നു. ഫെറാൻ ടോറസ് ഒക്കെ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് സമയത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തു, അത് നേരിട്ട് അടിച്ച് ഡിഫൻസിന്റെ മേലെ തട്ടിപ്പോയി. അതേപോലെ റഫീനി അതേപോലെ ചാൻസ് ഗോൾ അടിക്കണം എന്നുള്ള ഇതിലാന്ന് തോന്നുന്നു. പക്ഷെ അത് അസിസ്റ്റ് കൊടുത്തിരുന്നെങ്കിലൊക്കെ സുന്ദരമായ ഇന്നലെ ഒരു 2-3-4 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും ബാഴ്സയ്ക്ക്. അത് ചെയ്യാൻ പറ്റിയില്ല. അത് ഇന്നലെ ആ ഒരു കളി ഭയങ്കരമായിട്ട് മോശമായിരുന്നു. റഫീന ഇപ്പോ ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ശേഷം ഇറങ്ങുന്ന 2 കളി ഇറങ്ങാതെ ഇന്നലെ ഇറങ്ങിയതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ മൊത്തത്തില് കളി അടിപൊളിയായിരുന്നു. ഇന്നലെ ഒരു കളിയല്ലേ, ഇന്നലത്തെ ഒരു കളിയല്ലേ, അതിനിപ്പോ അവര് അടുത്ത കളിയാകുമ്പോഴേക്കും റെഡിയാവും. പിന്നെ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിഗോ മാർട്ടിനസ് ഡിഫൻസില് ചങ്ങായി ഒരു വൈബ്, ഒരു ഒന്നും പറയാൻ വേറെ ലെവല് ഡിഫൻസ്. എന്താ പറഞ്ഞാൽ ആൾക്ക് പകരക്കാരനായിട്ട് വന്നതാണ്. പകരക്കാരനായിട്ട് വന്നിട്ട് ഇന്നിപ്പോ ബാഴ്സന്റെ അവിഭാജ്യ ഘടകമാണ് ഡിഫൻസിൽ. അതും ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ അത് വല്ലാണ്ടുണ്ട്. പിന്നെ ബാഴ്സ 2025 അൺബീറ്റൻ ആണ്. ഇതുവരെ തോപ്പിച്ചിട്ടില്ല. ടോപ്പ് 5 ലീഗുകളിൽ ഇതുവരെ അൺബീറ്റൻ ആയി പോയിക്കൊണ്ടിരിക്കും ബാഴ്സ. അന്നത്തെ കളി ഇത്രമാത്രം ഡൊമിനേറ്റ്, ഫസ്റ്റ് ഹാഫിൽ ഡൊമിനേറ്റ്, സെക്കൻഡ് ഹാഫിൽ ഡിഫൻസ് കളിച്ചു. ഫുള്ള് 1-0 എന്ന ഗോളില് അത്ലറ്റിക്കോന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് കളി ജയിച്ചു വരാം. അതിൽ മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറഞ്ഞാൽ 2 പ്ലേയേഴ്സ് ആണ്. ഒന്ന് പെഡ്രി, ഡിയോങ്. ഇവർ രണ്ടാളും ആ ഒരു കളിയിൽ വരുത്തിയ ഒരു ഇതുണ്ടല്ലോ, അത് ഇമ്പാക്ട് പറയാനൊന്നുമില്ല. അതേപോലെ ഹൻസി ഫ്ലിക്കിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മള് ഹൻസി ഫ്ലിക്കിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് വന്നത്. ഒന്ന് സെർലോത്ത് ഇറങ്ങിയപ്പോ അറോഹനെ കൊണ്ടുവന്ന്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഫെർമീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ഗാവിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിനെ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാല് ഗ്രാസിയസിനെ കൊണ്ടുവന്നിട്ട് ഗ്രാസിയസിന് ഡിഫൻസിന് സപ്പോർട്ട് കൊടുത്ത് കളി ഒന്ന് ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളി പിടിക്കാൻ വേണ്ടിയിട്ട് പെഡ്രിനെയും ഡീഗോണിനെയും ഫ്രണ്ടിൽ കളിപ്പിച്ചു.
അത് ഒരു വൈബായിരുന്നു. അതേപോലെ റഫീനിയ ഈ സൈഡിലേക്ക് മാറി കളിച്ചു, ബാളുടെ കയറി കളിക്കാൻ തുടങ്ങി. ലെമീന് ഇറങ്ങി. ലെമീൻ ഓൾറെഡി കാലിൽ പരിക്കായിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ലെമീന് സമ്മതിച്ചില്ല. എന്താ പറയുന്നത്, ചിലപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് പോയാൽ ആൾക്ക് കളി മിസ്സാന്ന് പറഞ്ഞിട്ട് ആള് വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ആളിന് 90 മിനിറ്റില് ആളിനെ തിരിച്ചു പിടിച്ചു. പക്ഷെ ആള് പരിക്കുണ്ട്, കാലിലേക്ക് ബ്ലഡ് ഒക്കെ വന്നു, കാലില് ഇഞ്ചറാണ് ചവിട്ടൊക്കെ കിട്ടിയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ റഫീനിയും ഡീപ്പോളായിട്ടൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഗ്രൗണ്ടില്. പക്ഷെ ഇന്നലെ നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ. ഈ കളി കഴിഞ്ഞ് പോകുമ്പോ രണ്ടാളും ഷർട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഹഗ് ചെയ്തിട്ടൊക്കെ പോയത്. അതെന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നല്ലൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ സേവ് ദ ഡേറ്റ് 26-ാം തീയതി, ഏപ്രിൽ 26-ാം തീയതി എൽ ക്ലാസിക്കോ. സമയം കറക്റ്റ് ഫിക്സ് ആയിട്ടില്ല. സമയം മിക്കവാറും ഈ സമയം 11:30 അല്ലെങ്കിൽ 12 മണിയായിരിക്കും. ഇന്ത്യൻ സമയം 1 മണി അല്ലെങ്കിൽ 1:30 ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ എൽ ക്ലാസിക്കോയില് ഇപ്പൊ തന്നെ റയൽ മാഡ്രിഡ് വീരവാദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രണ്ടും ഡ്രോ ആവാൻ സാധ്യത. കാരണം ഇല്ല, ഡ്രോ ആവാൻ ചാൻസ് ഒക്കെ അഗ്രിഗേറ്റ് വെച്ച് നോക്കുമ്പോൾ 5-4 അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് റയലിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് റയൽ സോസിഡാഡ് പറയുന്ന ഒരു ടീമാണ്. റയൽ സോസിഡാഡിന്റെ ഇപ്രാവശ്യത്തെ അത്ര ഫോമിലൊന്നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വരെ റയലിന്റെ ഗ്രൗണ്ടിൽ 4 ഗോൾ അപ്പോ റയലിന്റെ ഡിഫൻസിന്റെ പോരായ്മകൾ അത് കാണാം. അതും അവരടിച്ച ഗോളല്ല, ഒന്ന് റിഫ്ലക്ഷൻ ആയി പോയത്, ഒന്ന് ഓൺ ഗോളാണ്. അപ്പൊ ആൽബർഡ. അപ്പൊ അവരുടെ ഡിഫൻസിന്റെ അത്രയും പിഴവുണ്ട്. 4 ഗോളൊക്കെ ഒരു ഹോം ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാല്, അപ്പൊ ഇനി ബാഴ്സയായിട്ട് വരുമ്പോ റയലിന് ഓക്കെ ഇനി സെവിലിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ഇനിയിപ്പോ ഗ്രൗണ്ടിന് അനുകൂല്യങ്ങൾ ആർക്കില്ല, ബാഴ്സയ്ക്കും റയലില്ല. 50-50 കാണികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ ഇതില് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ബാഴ്സ നിൽക്കുന്നത് നല്ല ഫോമിലാണ്. റയല് കംബാക്കുകളുടെ ഇതാണ് ഈ 80 മിനിറ്റ്സിന് ശേഷം. അപ്പൊ ഇതുവരെ ഈ ഇപ്പൊ നടന്ന ഒരു 3 എൽ ക്ലാസിക്കോലും ബാഴ്സ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 4-0, 2-1 ജയിച്ചു. അതിന് മുമ്പുള്ളത് പറഞ്ഞാൽ ഒരു 3-2 കളി റയൽ ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. ലാസ്റ്റ് സീസണിൽ ഒരു കിരീടം എടുത്തിട്ടുണ്ടായിരുന്നു, ഫൈനലിൽ ബാഴ്സനെ തോൽപ്പിച്ചിട്ട്. പിന്നെ വേറൊരു ലീഗ് മത്സരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഈ സീസണിൽ ബാഴ്സ കത്തി നിൽക്കാണ്. അപ്പോ ഇനി എൽ ക്ലാസിക്കോയില് ഫൈനലാണ്, അത് എന്തും സംഭവിക്കാം. അൺബീറ്റൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇവർക്ക് 26-ാം തീയതി ആകുമ്പോഴേക്കും 6 കളിയോളം ഇനിയുണ്ട് ബാഴ്സയ്ക്ക്. അപ്പൊ ടൈറ്റ് ഷെഡ്യൂളാണ്. റയലിനും അതേപോലെ കളികളുണ്ട്. ബാഴ്സയ്ക്ക് 2 ചാമ്പ്യൻസ് ലീഗ് 2 നോക്കൌട്ട് മത്സരങ്ങൾ വരുന്നുണ്ട്. ക്വാർട്ടർ ഫൈനലില് ലാലിഗന് 3 മത്സരങ്ങൾ, 4-നും ആയില്ലേ 3. ഏകദേശം 26-ാം തീയതി ആകുമ്പോഴേക്കും അവർക്കും പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇതേ ടീം കളിക്കുകയാണെങ്കിൽ 2 ടീമിലും റയലിനും പരിക്കുകളൊന്നും ഇല്ലാതെ ബാഴ്സയ്ക്കും പരിക്കുകളൊന്നും ഇതേ ടീമിന് ഒരു തീപ്പാറിയ മത്സരം തന്നെ ആയിരിക്കും ഫൈനലിൽ വരാൻ പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, കോപ്പ ഡെൽ റേയിൽ 11 വർഷമായിട്ടാണ് ഒരു എൽ ക്ലാസിക്കോ ഫൈനൽസ് വരുന്നത്. അങ്ങനെയുണ്ട്, 11 വർഷമായി തോന്നുന്നു അല്ലെ ഒരു എൽ ക്ലാസിക്കോ വന്നിട്ട്. അപ്പൊ എന്തായാലും എൽ ക്ലാസിക്കോ പ്രേമികൾക്ക് ഒരു ഈ വർഷം ഇപ്പൊ എത്രാമത്തെ എൽ ക്ലാസിക്കോ എന്നറിയാം, ഇനിയും വരാൻ എൽ ക്ലാസിക്കോ ഉണ്ട്. അപ്പോ വീണ്ടും ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരാനായി.